കുഞ്ഞിക്കവിൽ മേഘമേ തുള്ളിത്തുളുമ്പാതെ നീ. ഈ പാട്ടിപ്പോൾ എല്ലാവരുടെയും ഫേവറേറ്റ് സോങ് ലിസ്റ്റിലുണ്ടായിരിക്കും. കാരണം അത്രയും വൈറലാണ് ഈ സോങ്, അത്രയും ബ്യൂട്ടിഫുൾ ആണ് ഈ സോങ്. അതുപോലൊരു ബ്യൂട്ടിഫുൾ സോളുള്ള സിനിമയാണ് നമ്മുടെ ആശാൻ എന്ന് പറയുന്ന സിനിമ. ആശാൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് ആ ഒരു സെൻട്രൽ ക്യാരക്ടറാണ് ഈ ഒരു ആശാൻ എന്ന് പറഞ്ഞ് അത് പ്ലേ ചെയ്തിരിക്കുന്ന ഇന്ദ്രൻസാണ്. ഈ ഒരു മൂവി റിട്ടൺ, ഡയറക്ഷൻ, മ്യൂസിക് എല്ലാം ജോൺ പോൾ ജോർജാണ്. നമ്മുടെ ഗപ്പിയും നമ്മുടെ അമ്പിളിയൊക്കെ ഡയറക്റ്റ് ചെയ്ത പുള്ളിയാണ്. വളരെ നല്ലൊരു വർക്കാണ് ഇതിലും വന്നിരിക്കുന്നത്. എനിക്കിതിൽ ആ മ്യൂസിക് ഭയങ്കരമായിട്ട് അതിൻ്റെ സോള്, സിനിമയുടെ സോള് ശരിക്കും തിരക്കഥയേക്കാൾ ഉപരി ഈ ഒരു സിനിമയുടെ സോള് മ്യൂസിക്കാണ്. അദ്ദേഹം അത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ഭയങ്കര ഒരു കയ്യടി അദ്ദേഹം അർഹിക്കുന്നുണ്ട്. സൂപ്പർബായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. സോ നമുക്ക് സിനിമയിലേക്ക് പോകാം. സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് നമ്മളെ കുറേ നാളായിട്ട് കണ്ടിട്ടുള്ള സിനിമയ്ക്കുള്ളിലെ സിനിമ എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഈ സിനിമയിൽ വന്നു പോകുന്നത്. പുതിയ കാലത്ത് സിനിമ എടുക്കാനായിട്ട് മോഹിച്ച് ഒരുപാട് പേര് ആട്ടും തുപ്പും കണ്ട് അങ്ങനെ സഹിച്ച് നടക്കുന്ന ഒരു പയ്യനും, പഴയ കാലത്ത് അദ്ദേഹം വേറൊരു മനുഷ്യൻ, അദ്ദേഹം സിനിമയിൽ അഭിനയിക്കാനായിട്ട് അവസരങ്ങൾ തേടി കിടന്നിട്ട് പിന്നീട് അത് ഓക്കെ ആവാതെ പിന്നെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് മാറിയ വേറൊരു മനുഷ്യൻ. അപ്പോൾ ഇങ്ങനെ രണ്ട് കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സിൻ്റെ ഒരു പിന്നെ അവർ തമ്മിൽ എന്താണ് നടക്കുന്നതെന്നൊക്കെയാണ് കൂടുതൽ റിവീൽ ചെയ്ത് അതിൻ്റെ സുഖം പോവും. സോ അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്ലോട്ട്. അതിൽ ആ ഒരു പുതിയ കാലത്തെ ക്യാരക്ടറായിട്ട് ജോമോൻ ജ്യോതിരും പഴയ കാലത്തെ ക്യാരക്ടറായിട്ട് നമ്മുടെ ഇന്ദ്രൻസുമാണ് വരുന്നത്. ആശാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു മെയിൻ ക്യാരക്ടറിൻ്റെ പേര്. സോ ഇത് ഇത്തരം ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ ആശാൻ എന്ന് പറഞ്ഞാൽ അതിൽ കാണിക്കുന്ന പോലത്തെ ക്യാരക്ടർ എല്ലാ ഫ്ലാറ്റിലും അങ്ങനെ ഒരു അപ്പൂപ്പൻ ഉണ്ടാവും. എല്ലാവരെയും നോക്കി ചിരിക്കുന്ന, കണ്ടോൽ ഇങ്ങനെ കുമ്പം മീശയൊക്കെ വെച്ച് ഇങ്ങനെ വിറപ്പിച്ചിരിക്കും. പക്ഷേ ഭയങ്കര സോഫ്റ്റ് ഹാർട്ടഡ് ആണ്. അദ്ദേഹം പറയുമ്പോൾ നമുക്ക് നോ പറയാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെയൊക്കെ ഒരു കൈൻഡ് ഓഫ് ഒരു ക്യാരക്ടർ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഭയങ്കര മനസ്സിനിങ്ങനെ ടച്ച് ചെയ്ത് നമുക്കിങ്ങനെ വാവ് വാട്ട് എ മൂവി എന്നുള്ള രീതിയിൽ ഭയങ്കര റിലാക്സേഷൻ തരുന്നൊരു സിനിമയായിരുന്നു. ഭയങ്കര ഒരു ഫീൽ ഗുഡാണ്. പിന്നെ നമ്മുടെ സാധാരണ ഒരു ക്ലീഷകളെയൊക്കെ അവർ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സാധാരണ ഇത്തരം സിനിമകളിൽ വരുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ക്ലീഷയുണ്ട്, അതിനെ അവർ നന്നായിട്ട് ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ട്. അതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്പോയിലറായി പോകും. സോ അത് ഞാൻ പറയുന്നില്ല. പിന്നെ ഇതിനകത്ത് വന്ന് പോയിട്ടുള്ള ബാക്കി ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ശോഭി തിലകൻ, കുറേ നാളായി അദ്ദേഹം ഒരു ത്രൂ ഔട്ടൊരു വേഷം ചെയ്തിട്ട് അദ്ദേഹം അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചൊരു സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ് അത്. അദ്ദേഹം നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ ഇതിൽ സെൻട്രൽ ക്യാരക്ടർ പ്ലേ ചെയ്തിരിക്കുന്ന ഇന്ദ്രൻസിനെ കുറിച്ച് പറയണ്ടല്ലോ. കാരണം ഇത്രയും തന്നെ ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. പണ്ട് കൊടക്കമ്പിയിൽ നിന്നും മറ്റും വിളിച്ച് കളിയാക്കിക്കൊണ്ടിരുന്ന ഒരാളൊന്നും അല്ല. അദ്ദേഹത്തിൻ്റെ റേഞ്ചൊക്കെ മാറി. ഇതിനകത്ത് തന്നെ ഒരു കുറച്ചൊരു ഫൈറ്റ് പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ നൈസായിട്ട് അദ്ദേഹം ചെയ്ത് പോയിട്ടുണ്ട്. ശരിക്കും ആ ഒരു ക്യാരക്ടർ വേറൊരാളെ സങ്കല്പിക്കാൻ പറ്റാത്ത വിധം മനോഹരമായിട്ട് അദ്ദേഹം അത് ചെയ്തു വെച്ചിട്ടുണ്ട്. സോ അദ്ദേഹത്തിന് വലിയൊരു കയ്യടി അർഹിക്കുന്നുണ്ട്. പിന്നീട് പറയാനാണെങ്കിൽ ജോമോൻ ജ്യോതിരാണ്. ജോമോൻ ജ്യോതിർ ഇതിൽ കുറച്ച് സീരിയസ് ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടറിലേക്ക് വരുന്നുണ്ട്. കുറച്ച് തമാശയൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും ഇതിലൊരു സീരിയസ് ആണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു സീരിയസ് സംഭവം അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യില്ല. അദ്ദേഹത്തിനെ പോലെ അദ്ദേഹത്തിൻ്റെ മുമ്പത്തെ സിനിമകളിലൊക്കെ ആണെങ്കിൽ ഇപ്പം നമ്മുടെ എന്താ പറയുക, മറ്റേ വയസ്സായവരുടെ ഒരു സിനിമ ഉണ്ടായിരുന്നു, മറ്റേ ഒരു മരണമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ഒരു സിനിമയിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് കോമഡി ആ ഒരു വൈബ് പിടിച്ചിട്ടാണ്. പക്ഷേ ഇതിലേക്ക് വന്നപ്പോഴത്തേക്ക് ആ ഒരു സീരിയസ് മൂഡ് ക്യാരക്ടർ ഇദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും എന്നുള്ളത് അദ്ദേഹം കാണിച്ചു തന്നിട്ടുണ്ട്. സോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ക്യാരക്ടർ ഷിഫ്റ്റ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു കാസ്റ്റ് ചെയ്യാനായിട്ട് ചെയ്ത ആ ഒരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് തോന്നിയത് ഈ ഡയറക്ടറിൻ്റെ ജീവിതമായിട്ട് എവിടേക്കോ ഇതിനൊരു ബന്ധമുണ്ടെന്ന് തോന്നി. കാരണം ഭയങ്കര ആത്മാവ് തൊട്ട് എഴുതിയ ഒരു കഥ പോലെ ഫീൽ ചെയ്തു. കാരണം നമ്മൾ ബാക്കി സിനിമകളൊക്കെ കാണുമ്പോഴത്തേക്കും പലതരം ഫീലിങ്സാണ് നമുക്ക് വരിക. ഇത് നടക്കാത്ത കഥ എന്നൊക്കെ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ആരോ സ്വന്തം പേഴ്സണൽ ടച്ച് ഇട്ട് എഴുതിയതുപോലെ ഒരു ഫീലിംഗ് തോന്നി. അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു കൈൻഡ് ഓഫ് ചിലപ്പോൾ അദ്ദേഹം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവാം, ചിലപ്പോൾ അറിയില്ല, ചിലപ്പോൾ ഒന്നുമില്ല, സ്മൂത്തായിട്ട് കയറി വന്നത്. പക്ഷേ ഒരു സ്ട്രഗിളൊക്കെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട് നമുക്കത്. ടു പേഴ്സണലായിട്ട് ഫീൽ ചെയ്തു. അതെനിക്ക് ഭയങ്കരമായിട്ട് അത് ടച്ച് ചെയ്തു. എനിക്കും ടച്ച് ചെയ്തു. സിനിമ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ സിനിമയിൽ കയറാൻ ആഗ്രഹിക്കുന്നവരൊക്കെ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. കാരണം അത് കറക്റ്റായിട്ട് അവിടെ കയറാനായിട്ട് അല്ലെങ്കിൽ എത്തിപ്പെടാനായിട്ട് ഉണ്ടാകുന്ന സ്ട്രഗിൾസും അത് ഫേസ് ചെയ്യേണ്ട, നമ്മൾ പുറമേ നിന്ന് കാണുന്ന കളറും കാര്യങ്ങളും മാത്രമല്ല സിനിമ എന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പിന്നെ ട്രെയിലറിലൊക്കെ കാണിക്കുന്ന അതേ ഡയലോഗ് അത് ഭയങ്കര ഒരു ഇമ്പാക്റ്റ്ഫുള്ളാണ്. അതായത് അയാളുടെ കുഞ്ഞാണ് ആ സിനിമ. അതിപ്പോൾ അഴുക്ക് കൊച്ചായാലും അത് അയാളുടെ കൊച്ചാണെന്നുള്ള രീതിയിൽ, ഞാൻ പറഞ്ഞ രീതിയിലല്ല, വളരെ ടച്ചിങ് ആയിട്ടാണ് അത് പറയുന്നത്. സോ എനിവേയ്സ് കുറച്ച് ലാഗും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഇങ്ങനെ ടകടകയിൽ നിന്ന് പോകും, കുറേ തമാശകളും കാര്യങ്ങളും. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് ഇമോഷണൽ ടച്ചിലേക്ക് പോകും. അപ്പോൾ കുറച്ച് ലാഗും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ആ ലാഗൊക്കെ ഒന്ന് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ സിനിമ നല്ലൊരു സിനിമയാണ്. മനസ്സിന് ഭയങ്കര സുഖം തരുന്നൊരു സിനിമയാണ്. എസ്പെഷ്യലി ഇതിലെ സോങ്സ്, ആ ഒരു കുഞ്ഞിക്കവിൽ മേഘമേ ഇപ്പോഴും മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അതിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് മനസ്സിൽ. അത്രയ്ക്ക് നല്ലൊരു സോങ് ആണ് കേട്ടോ. എങ്ങനെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സോങ് ഉണ്ടാക്കിയെന്നറിയില്ല. പിന്നെ ഇതിനകത്തുള്ള ഇന്ദ്രൻസിൻ്റെ ക്യാരക്ടർ, ജോമോൻ ജ്യോതിൻ്റെ ക്യാരക്ടർ, പിന്നെ ഇതിനകത്ത് വന്നു പോയിട്ടുള്ള ഓരോ ആക്ടർ. പിന്നെ ഇതിലെടുത്ത് പറയേണ്ടത് ഇതിനകത്ത് ലീഡായിട്ട്, അതായത് ഇതിനകത്ത് സിനിമയിലെ നായകനായിട്ട് വരുന്ന ഒരു നടനുണ്ട്. അദ്ദേഹം പല സൂപ്പർ താരങ്ങളെയും കളിയാക്കിക്കൊണ്ടുള്ള
ഒരു കാരിക്കേച്ചർ കൈൻഡ് ഓഫ് ഒരു ഇമേജാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം ശരിക്കും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ആക്ടർ നമ്മുടെ റൈഫിൾ ക്ലബ്ബിലും മറ്റുമൊക്കെ ഉണ്ടായിരുന്നതാണ്. മിക്കതിലും ഒരു സൈഡ് റോളാണ്, പക്ഷേ ഇതിൽ അത്യാവശ്യം ത്രൂഔട്ടൊരു റോളുണ്ട്, ഡയലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്, നന്നായിട്ട് അത് ചെയ്തും പോയിട്ടുണ്ട്. പിന്നെ എനിക്ക് ആ ഒരു ഫ്ലാറ്റിൻ്റെ ആ ഒരു സെറ്റപ്പൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളാണ്, സോ എനിക്ക് അതിൽ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റി. സോ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ഫ്ലാറ്റിലൊരു ഷൂട്ടിംഗ് വന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ആ ഒരു കൺസെപ്റ്റും ആ ഒരു തോട്ടും ഒക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. മൊത്തത്തിൽ എനിക്ക് സിനിമ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നൊരു സിനിമയാണ്. ഗപ്പി തിയേറ്ററിൽ കാണാൻ പറ്റാത്തതിൽ ഒരുപാട് പേര് വിഷമിച്ചിരുന്നു. പിന്നീട് ഗപ്പി ടി വിയിലും മറ്റുമൊക്കെ കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു, അയ്യോ അന്ന് ആ സിനിമ തിയേറ്ററിൽ കാണാൻ പറ്റിയില്ലല്ലോ. അങ്ങനെ ഒരു ഗതി ഈ സിനിമയ്ക്ക് വരാതെ എല്ലാവരും നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഗപ്പി, അമ്പിളി പോലത്തെ ആ ഒരു വൈബ് ഫീൽ ഗുഡ് പടങ്ങൾ ഇഷ്ടമുള്ളവർ ഉറപ്പായിട്ടും ഈ ഒരു സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണുക, മിസ് ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് അതേ വൈബ് ഇവിടെയും കിട്ടും. ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ കിട്ടിയാലേ ഉള്ളൂ. കാരണം ഭയങ്കര ഫേവറേറ്റ് ഒരു മൂവിയായിട്ട് മാറിക്കഴിഞ്ഞു. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കിത് ഭയങ്കരമായിട്ട് വർക്കായി. നല്ല സുഖമായിരുന്നു സിനിമ കണ്ടിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും. നമുക്ക് എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു നമ്മുടെയൊക്കെ പേഴ്സണൽ ലൈഫിലൊക്കെ കണ്ടുപോയ ആൾക്കാരെയൊക്കെ കണ്ട് എല്ലാവരെയൊക്കെ ഒന്ന് തിരിച്ച് കിട്ടിയതുപോലെ ഒരു ഫീലിംഗ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. സോ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. GJ Verse എന്ന് പറഞ്ഞ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. സോ ഇതുപോലെ രസമുള്ള വീഡിയോസുമായിട്ട് ഞാൻ പിന്നെയും വരുന്നതായിരിക്കും. അതുവരേക്കും ഇറ്റ്സ് മീ ജി സൈനിങ് ഓഫ്. ബൈ.